ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചി തലേദിവസം രാത്രിയിൽ കാർ ഓടിക്കാൻ വേണ്ടി പോയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെയാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ അച്ഛൻ എവിടെ പോയി എന്നാണ് അന്വേഷിക്കുന്നത്. അച്ഛൻ വാക്കിങ്ങിന് പോയിട്ട് വന്നിട്ടില്ല, അമ്മ ടെറസിലേക്ക് പോയിട്ടുണ്ട്. ഇതെന്താ സച്ചിയേട്ടാ, സച്ചിന്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുന്നുണ്ടല്ലോ, കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ആണോ എന്ന് പറഞ്ഞിട്ട് സച്ചി കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഫുള്ള് വണ്ടി ഓടിച്ചതല്ലേ, അതിന്റെ ക്ഷീണമായിരിക്കും സച്ചി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന സമയത്ത് സച്ചിന് കുറച്ചു നേരം ഒന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് ഉറങ്ങിയതിന് ശേഷമൊക്കെ ഓടിച്ച പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ രേവതി ശരിയാവുന്നത്? വണ്ടിയിൽ ഗസ്റ്റ് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ സൈഡാക്കി നിർത്തിയിട്ട് ഉറങ്ങാനൊക്കെ പറ്റുമോ? അവർക്ക് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തണ്ടേ? ഇങ്ങനെയൊക്കെ ഓടിയാൽ മാത്രമേ രേവതി കയ്യിൽ കാശ് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ട്രിപ്പിന്റെ കാശും അതുപോലെ തന്നെ സച്ചിയുടെ മറ്റു കാറിന്റെ വാടക കാശും കൂടി രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് കുഞ്ചിനകത്ത് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി നീ കൊണ്ടുപോയി ഇടെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ കയ്യിലേക്ക് പണം കൊടുക്കുവാണ്. എന്ന് കരുതിയിട്ട് സച്ചിയുടെ രാത്രിയിലൊക്കെ കാർ ഓടിക്കേണ്ട ആവശ്യമുണ്ടോ? രാവിലെ കാർ ഓടിക്കുന്നത് പോരെന്ന് ചോദിക്കുമ്പോ അതെങ്ങനെയാ മതിയാവുന്നത്? മുകളിൽ നമുക്ക് റൂമൊക്കെ കെട്ടണ്ടേ? അന്ന് ഈ കട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ട സമയത്ത് നമ്മൾ എങ്ങനെയാണ് റൂം കെട്ടുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ റൂം കെട്ടി കാണിച്ചു കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ശരീരം ഒന്നും കളഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല. ശരി, അതൊക്കെ വിട്. സച്ചിയുടെ നല്ല ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ഞാൻ കഴിച്ചു. അല്ല രേവതി, നിന്റെ കണ്ണെന്താണ് ചുമന്നിരിക്കുന്നത്? നീ എന്താ രാത്രി പൂ വിൽക്കാൻ വേണ്ടി പോയോ? അതൊന്നുമല്ല, എനിക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല. ഓ, അപ്പൊ എന്റെ ഭാര്യക്ക് ഞാൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഉറക്കം വന്നില്ല അല്ലേ? എന്തൊരു സ്നേഹാണ്. അതൊന്നുമല്ല സച്ചേട്ടാ, വർഷ ഇന്നലെ രാത്രിയിൽ സിനിമ കാണാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ പ്രേതത്തിന്റെ സിനിമ കാണിച്ചു തന്നു. അത് കണ്ടത് മുതൽ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കമേ വന്നില്ല. രാത്രി ഞാൻ ഹാളിൽ ഒറ്റയ്ക്കല്ലായിരുന്നോ, അതുകൊണ്ട് തീരെ ഉറക്കം വന്നില്ല. രേവതി, ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നീ പ്രേതത്തിനെ ഒന്നും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്റെ അമ്മയേക്കാൾ വലിയൊരു പ്രേതം ഈ വീട്ടിലേക്ക് ഇനി വേറെ വരാനില്ല. സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കെ. അമ്മ ഇത് കേട്ട് വന്നാലുണ്ടല്ലോ, ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ വർഷ പ്രേതം വരുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ അമ്മയെ പേടിപ്പിച്ചു. അവസാനം അത് വലിയ പ്രശ്നമായി. അതിന് എന്നെയും ചീത്ത വിളിച്ചു. നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ, എന്റെ അമ്മയെ തന്നെ ഭയപ്പെടുത്തിയല്ലേ. ഇനിയിപ്പോ അതിനും കൂടി ചേർത്തിട്ട് എന്നെ ഇന്ന് എന്തൊക്കെയാണോ പറയാൻ വേണ്ടി പോകുന്നത്? രേവതി, അതൊന്നും കണ്ടില്ല എന്ന് വെച്ച് നടന്നാ മതി. എന്തായാലും എന്റെ മേലാസകളെ ഒരു ചൂട് പോലെ തലയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി കുളിക്കാൻ വേണ്ടി പോകുമ്പോ സച്ചേട്ടൻ അവിടെ ഇരിക്കും, ഞാൻ എണ്ണ കാച്ചി എടുത്തോണ്ട് വരാം, എന്നിട്ട് അത് തലയിലിട്ട് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ചൂടെല്ലാം പോകും. ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. രേവതി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷയുടെ മുറിയാണ് കാണിക്കുന്നത്. വർഷ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട് മേടിച്ചിട്ട് ശ്രീകാന്ത് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുവാണ്. ശ്രീകാന്ത് അതിൽ കവറിൽ നിന്നും ആ ടീഷർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ വർഷ ചോദിക്കുന്നത്, അതെങ്ങനെ ശ്രീകാന്തെ, ഇത് പുതിയതല്ലേ? ഞാൻ അതല്ല വർഷ ഉദ്ദേശിച്ചത്, എന്റെ കയ്യില് ഇങ്ങനത്തെ ഓൾറെഡി ഒരു കളർ ഉണ്ട്. ഇല്ല ശ്രീകാന്തെ, ഈ കളർ നിനക്കില്ല. എനിക്ക് അറിഞ്ഞൂടെ വർഷേ എന്റെ കയ്യില് എന്തൊക്കെ ഡ്രസ്സാ ഉള്ളത് എന്നുള്ള കാര്യം? ഇല്ല ശ്രീകാന്തെ, എനിക്കാണ് നിന്നേക്കാൾ കൂടുതൽ നിന്റെ കയ്യിൽ ഏതൊക്കെ കളർ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ഈ കളർ ടീഷർട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരട്ടെ? അയ്യോ ശ്രീകാന്തെ, ഇത് ലൈറ്റ് കളറാണ്, നിന്റെ കയ്യിലുള്ളത് ഡാർക്ക് കളറാണ്. പക്ഷേ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടല്ലോ ശ്രീകാന്തെ, ഇതിന്റെ മെറ്റീരിയൽ വേറെയാണ്. ഇത് കേട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ എല്ലാം തുണിയല്ലേ എന്ന് ചോദിക്കുകയാണെ. അങ്ങനെയൊന്നുമില്ല, അതും ഇതും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം, ഇതുപോലത്തെ 2 ടീഷർട്ട് എന്റെ കയ്യിലുണ്ട്. സോറി ശ്രീകാന്ത്, ഞാൻ അറിയാതെ എടുത്തോണ്ട് പോയതാണ്, തെറ്റ് തന്നെയാണ്. എന്നിട്ട് കയ്യിൽ നിന്ന് ടീഷർട്ട് മേടിച്ചിട്ട് ആ കവറിനകത്ത് തന്നെ ഇടുവാണ്. പക്ഷേ നീ എന്തിനാ ഇപ്പൊ ഇത്ര ടെൻഷൻ ആവുന്നത്? നീ നല്ലതല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഞാൻ നല്ലതല്ല എന്നല്ല വർഷ പറഞ്ഞത്, ഇതുപോലത്തത് എന്റെ കയ്യിലുണ്ട് എന്നല്ലേ. ശ്രീകാന്തിന്റെ കയ്യിലുണ്ടല്ലോ, അപ്പോ ഇതിന്റെ ആവശ്യമില്ല, പൊക്കം ഓടുന്നെന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണ്. വർഷേ നീ ടെൻഷൻ ആവല്ലേ, നീ പോ ശ്രീകാന്തെ. വൈഫ് ഒരു ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും നിനക്ക് അറിയില്ല. വർഷ റോങ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല, അതേ കളർ ഉള്ളത് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ഒന്നും കൂടി നോക്കട്ടെ, എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിലെ ഷെയ്ഡ് എനിക്ക് മാറിയതുപോലെ തോന്നുന്നൊക്കെ പറഞ്ഞ് ടീഷർട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട, ഞാൻ കടയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചിട്ട് വരാം. ഇതിൽ നിന്ന് ശ്രീകാന്തെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നീ എന്തോരം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നീ എന്തിനാ വർഷം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്താ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണോ? മെഷീൻ പോലെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടിരിക്കണോ അല്ലേ? അതിന് എന്നെ കിട്ടില്ല, മാറിപ്പോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയൊക്കെ തട്ടിയിട്ടിട്ട് വർഷ നടന്നങ്ങ് പുറത്തേക്ക് പോവാണേ. ആ സ്പീഡിൽ പോയിട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ എണ്ണ കാച്ചിട്ട് വരുന്നുണ്ടായിരുന്നു.
രേവതിയുടെ കയ്യിലുള്ള എണ്ണ അങ്ങ് തട്ടിപ്പോവാണ്. തട്ടി എണ്ണയെല്ലാം നിലത്ത് ചിന്തുന്നുണ്ട്. ചേച്ചി ഞാൻ കണ്ടില്ല, അറിയാതെ തട്ടിപ്പോയതാ. നീ എന്താ വർഷേ ഇങ്ങനെ എക്സ്പ്രസ് ട്രെയിൻ വരുന്നത് പോലെ വന്നതെന്ന് ചോദിക്കുമ്പോ ഉള്ളിലൊരു റൂസ് എന്നെ വട്ട് പിടിപ്പിച്ചു. ആ ടെൻഷനിൽ ഞാൻ വന്നു പോയതാണ്. സാരമില്ല, നീ അറിയാണ്ട് വന്നതല്ലേ, നീ പൊക്കോ, ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഇതെന്താ രേവതി ചേച്ചി വെള്ളമാണോ? അല്ല, ഞാൻ സച്ചേട്ടന് വേണ്ടിട്ട് എണ്ണ കാച്ചി എടുത്തോണ്ട് പോവായിരുന്നു. അയ്യോ വേസ്റ്റ് ആയി പോയല്ലേ, സോറി ചേച്ചി. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തോളാം. ഞാൻ അങ്ങനെയാണെങ്കിൽ ചേച്ചി ക്ലീൻ ചെയ്തുതരാം, ചേച്ചി മോപ്പ് എടുത്തു വാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല വർഷേ, ഞാൻ ചെയ്തോളാം. രേവതി ചേച്ചി എന്റെ മിസ്റ്റേക്ക് അല്ലേ, ഞാൻ തന്നെ ക്ലീൻ ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നീ വർഷ ഉള്ളിലേക്ക് പോയിക്കോ, ഈ വഴിയെ പോണ്ട കേട്ടോ, വഴിക്ക് വീഴും. ഞാൻ പോയി തുണി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി തുണി എടുക്കാൻ വേണ്ടി പോവാണ്. റൂമിലേക്ക് വരുന്ന സമയത്ത് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഒരേ കളർ ഡ്രസ്സ് അവൾ എടുത്തോണ്ട് വരും. ഞാനാണെങ്കിൽ അത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഒരേ കളർ ഡ്രസ്സ് മാത്രമേ ഇടാനുള്ളൂ എന്ന്. എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. അല്ല, നീ ദേഷ്യപ്പെട്ട് പോയതല്ലായിരുന്നോ വർഷ? എന്താ പെട്ടെന്ന് വന്നതെന്ന് വർഷ വരുമ്പോ ചോദിക്കുന്നുണ്ട്. നിന്റെ തെറ്റ് നീ റിയലൈസ് ചെയ്തോ വർഷ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, ഇഡിയറ്റ്, നീ ഒറ്റൊരുത്തം കാരണം ഞാൻ പുറത്തു പോയിട്ട് രേവതി ചേച്ചിയെ തള്ളിയിട്ടു. നീ എന്തിനാ വർഷ എന്നോടുള്ള ദേഷ്യം രേവതി ചേച്ചിയുടെ മേൽ കാണിച്ചത്? അയ്യോ മെന്റൽ, ഞാനേ അറിയാതെ പോയി ഇടിച്ചതാണ്. രേവതി ചേച്ചിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഉണ്ടായിരുന്നു, അതും താഴെ കളഞ്ഞുപോയി. ഇതെല്ലാം ശ്രീകാന്ത് ഒറ്റൊരുത്തം കാരണം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോ വെറുതെ ഓരോന്ന് പറയല്ലേ വർഷേ, ഞാനിവിടെ എന്റെ പാട്ടിന് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്, നീ വന്നിട്ട് ഒച്ചയെടുക്കുന്നു, നീ തന്നെ ദേഷ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി വരുവാണ്. വരുന്നതും ആ എണ്ണയിൽ അങ്ങ് ചവിട്ടാണ്. രേവതി തുണിയെടുക്കാൻ വേണ്ടി പോയതായിരുന്നല്ലോ. ആ വീഴ്ച കണ്ടിട്ട് രേവതിയും ചെന്നിട്ട് അമ്മയെ പിടിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടി താഴെ വീഴുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്നുണ്ട്. അവർ രണ്ടുപേരും താഴെ വീണ് കിടക്കുവാണല്ലോ. ഇത് കണ്ട് ശ്രുതി വയ്ക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ രണ്ടുപേരും താഴെ കിടക്കുന്നത്? ഞങ്ങളിവിടെ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ ഒന്ന് പോ ശ്രുതി. അപ്പോഴേക്ക് സച്ചിയും വരുന്നുണ്ട്. എന്തു പറ്റി രേവതി എന്ന് ചോദിക്കുമ്പോ താഴെ എണ്ണ ചിന്തിപ്പോയി എന്ന് പറയാണ്. ചന്ദ്രയെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി കൈ നീട്ടുന്നുണ്ട്. പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിന്റെയും കൈ തട്ടി മാറ്റുവാണ്. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ആന്റിക്ക് എന്താ പറ്റിയെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഇവളെന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ, നിങ്ങളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. നീ ഇവിടെ നോക്കടാ, എണ്ണ മൊത്തം താഴെ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ വഴുകി വീണിട്ട് എന്റെ തല പൊട്ടി ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനും വീണില്ലേ, നീ മിണ്ടി പോവരുത്. ഇവള് കുറെ നാളായിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നടക്കുവല്ലേ. അത് കേട്ട ഉടനെ ചേച്ചി അല്ല അതൊന്നും ചെയ്തെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. നീ മിണ്ടാതിരിയടാ എന്ന് ശ്രീകാന്തിന്റെ അടുത്ത് വായടപ്പിക്കുന്ന രീതിയിൽ ചന്ദ്ര പറയുമ്പോഴേക്കും ആന്റി എന്തിനാ എപ്പോ നോക്കിക്കഴിഞ്ഞാലും രേവതി ചേച്ചി ഇങ്ങനെ കുറ്റം പറയുന്നത്? രേവതി ചേച്ചി അല്ല ഇവിടെ എണ്ണ താക്കി. രേവതി ചേച്ചി എണ്ണയുമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ വന്ന് തട്ടിയിട്ട് എണ്ണ ആകെ മൊത്തം ഇവിടെ നിലത്ത് ചിന്തിയതാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടച്ചു കളയേണ്ടെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ തുണിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയതാണ്, അപ്പോഴേക്കും അമ്മ വീണു പോയതാണ്. എടി നീ കള്ളൊന്നും പറയണ്ട, ഞാൻ വീഴട്ടെ എന്ന് കരുതിയിട്ട് നീ നോക്കി നിൽക്കുവല്ലായിരുന്നോ? അയ്യോ വേദനിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്റെ ജീവൻ എടുക്കാനാണോ ഈ വീട്ടിനുള്ളിലേക്ക് കയറി വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും രേവതിക്ക് നേരെ ചെല്ലുവാണേ. ഇവള് എന്നെ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് എണ്ണ ഒഴിച്ചതെന്ന് വീണ്ടും പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനാണ് എന്നെ താഴെ ചിന്തയെന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്നൊക്കെ വർഷ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷേ നീ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് രേവതിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണം. അതിന് ഇന്നിപ്പോതാ ഈ എണ്ണ ചിന്തിയത്, അത്രേ ഉള്ളൂ. പ്രേതത്തിന്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ ഭയപ്പെടുത്തി ഇന്ന് എണ്ണ ഒഴിച്ചിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഇവള് ഇതിന് തന്നെ തുനിഞ്ഞിറങ്ങിയതാണ്. അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. IP സെക്ഷൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എണ്ണുവാണ്. ശ്രുതി ഏതായിരിക്കും വരുന്നത്? എന്റെ വായിൽ നന്നായിട്ട് വരും എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. ഇതാണ് ഈ പഠിച്ച ആൾക്കാരുടെ പ്രശ്നം. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാ പോരേടാ. നിന്റെ പേരിലാണ് IPC സെക്ഷൻ ഒരുപാട് കേസ് ഉള്ളത്. അപ്പൊ നീയും കൂടി ചേർന്നിട്ടാണോടാ ഇത് ചെയ്തതെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്. അമ്മ അറിയാതെ എന്തോ വീണു പോയതാണ്. അതിന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്റർനാഷണൽ ക്രൈം പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തിനാണ്? ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എടാ ഇവൻ എപ്പോഴാടാ അമ്മയുടെ മേലെ സ്നേഹമുള്ളത്? എടാ സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ വന്ന ഉടനെ തന്നെ കൈ പിടിച്ചിട്ട് അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷെ അമ്മയാണ് കൈ തട്ടി മാറ്റിയത്. നീ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലല്ലോ, വെറുതെ വായിൽ വരുന്നത് ഇങ്ങനെ വളവളാന്ന് ചലച്ചോണ്ടിരിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അതിനെ സച്ചി ചെന്നിട്ട് വീണ്ടും കൈ തായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ലേ, മാറി നിക്കടാ എന്ന് പറഞ്ഞു. അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ലേ, നീ മാറി നിക്കടാ, അമ്മയെ കൈതായി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ട് സുധി. അമ്മയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൈ പിടിച്ചിട്ട് പൊക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും സുധിയും അമ്മയും ഒരുപോലെ താഴങ്ങ് വീഴുവാണേ. രണ്ടാമത് വീഴുമ്പോ സുധിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ചന്ദ്ര വയ്ക്കുന്നുണ്ട്, നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോടാ ഞാൻ എന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എഴുന്നേൽപ്പിക്കാന്നുള്ള പേരും പറഞ്ഞിട്ട് വീണ്ടും എന്നെ തള്ളിയിട്ടല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. സുധിക്കും നന്നായിട്ട് കാലിങ്ങനെ പിണഞ്ഞ
പറഞ്ഞ പോലെ വേദനിക്കുന്നുണ്ട്. എടാ, നീ എഴുന്നേപ്പിക്കുക പേരും പറഞ്ഞിട്ട് അമ്മയെ തള്ളിയിട്ടില്ലേ? ഞാൻ നിങ്ങളെ രക്ഷിക്കാനാ വന്നത്. പക്ഷെ നിങ്ങളുടെ ചെല്ല മകനുണ്ടല്ലോ, നിങ്ങളെ വീണ്ടും പടുകുഴി തന്നെ കൊണ്ടുവിട്ടില്ലേ? എപ്പോഴും ഇവൻ കാരണം മാത്രമാണ് നിങ്ങൾക്ക് ആപത്ത് എന്നുള്ള കാര്യം എടുത്തെടുത്ത് കാണിക്കുന്നു. 50 ലക്ഷത്തിൽ ആരംഭിച്ച ആ കെട്ട നേരമുണ്ടല്ലോ, ഇപ്പോഴും നിങ്ങളുടെ വഴിയെ തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശ്രുതി ഒരു വിധത്തില് ശ്രുതി എഴുന്നേപ്പിക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രയെ ശ്രീകാന്തും വർഷയും കൂടി എഴുന്നേപ്പിച്ച് കസേരയിൽ കൊണ്ടിരുത്തുന്നുണ്ട്. ഇത് കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ പൗഡർ എടുത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും മരുന്ന് തേച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. കാലിൽ മരുന്ന് തേക്കുന്ന സമയത്ത് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടില്ലേ ശ്രുതി, ഈ രേവതിയുടെ പണി എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി എന്നുള്ള കാര്യം പറയാണ്. അതേസമയം എന്നെയോ അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഇരിക്കുമ്പോഴേക്കും ഇത് കേട്ട് വർഷ അങ്ങ് കാലിതുള്ളി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആന്റി, നിങ്ങൾക്ക് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മിസ്റ്റേക്ക് എന്റെ മേലുള്ളത്, പിന്നെ എന്തിനാണ് നിങ്ങൾ രേവതി ചേച്ചി ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുന്നത്? വർഷയാണെങ്കിൽ വന്ന് ഭദ്രകാളി പറയുന്നത് പോലെയാണ് കേട്ടോ പറയുന്നത്. അത്രയ്ക്കും വർഷയ്ക്ക് ദേഷ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് തന്റെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാതെ ഇങ്ങനെ രേവതിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെയാണ് കേട്ടോ വർഷം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ ശബ്ദമൊക്കെ ഉയരുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാനും രണ്ടൊന്നും തവണ സമാധാനപരമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു നോക്കി, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. രേവതി ചേച്ചിയുടെ മേലെ ഒരു തെറ്റുമില്ല. വർഷേ, നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവള് ഭയങ്കരമായിട്ട് ആടുന്നത്. സപ്പോർട്ടോ? ഞാനെന്താ പൊളിറ്റിക്കൽ പാർട്ടിയാണോ അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വോട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടി? സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രേവതി ചേച്ചി ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തേടി നടക്കുകയാണ്. ഇതെല്ലാം വലിയ തെറ്റാണ്. ഇനി മേലാൽ ഇമ്മരത്തെ പണി ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് കാല് തുള്ളി വർഷ അങ്ങ് പോവാണ് കേട്ടോ. ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണ് വർഷയുടെ ആ പെർഫോമൻസ് കണ്ടിട്ട്. അത് കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് എന്താണ് വർഷ ഇങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അമ്മ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് ഒപ്പിച്ചത് എന്നുള്ള കാര്യമാണ്. ഇന്നലെ രാത്രിയും അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ നമ്മളെ ഭയപ്പെടുത്തിയത്. ഇതെല്ലാം അവരുടെ പ്ലാൻ ആണെന്നൊക്കെ ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ആന്റി എനിക്കും അത് തന്നെയാണ് തോന്നുന്നതെന്ന് ശ്രുതി. രേവതി വർഷയുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് അവളെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് രേവതി എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ആന്റിയെ കരയിപ്പിച്ചില്ലേ, ഇന്ന് ആന്റിയെ ഇങ്ങനെ വീഴ്ത്തുകയും ചെയ്തില്ലേ? അവരെന്ത് ഐഡിയയിലാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ ആന്റി. ആന്റി എന്തായാലും ആന്റിയുടെ കാല് കാണിക്കും, ഞാൻ മരുന്ന് തേച്ചു തരാന്ന് പറഞ്ഞിട്ട് നല്ല എരിപിരി കയറ്റി കൊടുക്കുകയാണ് ശ്രുതി ചന്ദ്രയ്ക്ക് മരുന്ന് തേച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്റെ കാലും വേദനിക്കുന്നു എന്ന്. ശ്രുതി ലൈറ്റായിട്ടല്ലേ വീണുള്ളൂ, ചെന്നിട്ട് റൂമിൽ കിടക്ക്, എന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ശ്രുതി ചന്ദ്രയ്ക്ക് മരുന്ന് തേച്ചു കൊണ്ട് കൊടുക്കുന്ന സമയത്ത് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ വർഷ രേവതിയുടെ കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ആടുന്നുണ്ട്, ഇതിന് ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കണമെന്ന്. വർഷയെ പൂട്ടിക്കെട്ടാൻ വേണ്ടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവസാനം കുത്തുവാൾ എടുക്കേണ്ടി വരിക ചന്ദ്രമതി എന്നുള്ള കാര്യം അറിയാതെയാണ് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്